ഇപ്പോൾ നമ്മൾ കാണുന്നത് നടൻ ശ്രീനിവാസും അദ്ദേഹത്തിൻ്റെ മകൻ വിനീത് ശ്രീനിവാസുമാണ്. അപ്പനും മകനെയും തമ്മിൽ നമുക്കൊരിക്കലും ഒരു താരതമ്യ പഠനം നടത്താൻ ഒരിക്കലും കഴിയില്ല. കാരണം ശ്രീനിവാസൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്ത ഒരു നടനാണ് വിനീത് ശ്രീനിവാസൻ. വിനീത് ശ്രീനിവാസൻ അച്ഛനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും, കുറച്ച് കോമഡിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും, അഭിനയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ശ്രീനിവാസൻ എന്ന നടൻ്റെ ഏഴകലത്ത് വരുന്നില്ല. ശ്രീനിവാസൻ എന്ന നടൻ വലിയൊരു കോമഡി ആർട്ടിസ്റ്റാണ്. ഒരുപാട് പേരെ കുടുകൂടാതെ ചിരിപ്പിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് മോഹൻലാലുമായിട്ടുള്ള കോംബോയിൽ ഒരുപാട് ശോഭിച്ചിട്ടുള്ള ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും നമുക്ക് ചിരിക്കാൻ ഒരുപാട് ഘടകങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കൾക്കും ആ ഒരു കോമഡി കഴിവ് ഒരിക്കലും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവർ രണ്ട് മക്കളുടെയും സിനിമകൾ വലിയ വിജയമൊന്നുമല്ല. ഒന്നോ രണ്ടോ സിനിമകൾ ഒഴികെ ബാക്കി എല്ലാ സിനിമകളും വൻ പരാജയമാണ്. എന്നാൽ നടൻ ശ്രീനിവാസൻ്റെ സിനിമ ഒരുപാട് വിജയിച്ചിട്ടുള്ള ഒരു തലമാണ് നമ്മൾ കാണുന്നത്. അത് വളരെ ഉയരങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാകുന്നത്, അച്ഛൻ സിനിമാടനായതുകൊണ്ട് മക്കൾ സിനിമാടന്മാരാവണമെന്നില്ല. മക്കൾക്ക് ഒരിക്കലും അച്ഛനെ പോലെ ആകാൻ ഒരിക്കലും കഴിയില്ല. അച്ഛനെ അനുകരിക്കാൻ മാത്രമേ കഴിയുള്ളൂ. ശ്രീനിവാസൻ എവിടെ കിടക്കുന്നു? അവരുടെ മക്കൾ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും എവിടെ കിടക്കുന്നു? ധ്യാൻ ശ്രീനിവാസനൊന്നും അഭിനയത്തിൽ ഒരു ശോഭയും കിട്ടാത്ത ഒരു നടനാണ്. ശ്രീനിവാസേട്ടൻ്റെ മകനായിട്ട് ജനിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം സിനിമയിൽ അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നല്ലാതെ ഇവർക്ക് രണ്ടുപേർക്കും നടൻ ശ്രീനിവാസനെ പോലെ ആകാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണ് മക്കൾ, എന്നല്ലാതെ അച്ഛൻ്റെ ഒറിജിനൽ കോപ്പിയല്ല മക്കൾ എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.